ഇതിനകത്ത് വിശ്വഹിന്ദു പരിഷത്ത് ആണ് കേരളത്തിലും ഇന്ത്യയിലും ആദ്യമായി ഈ പ്രശ്നം പൊതുസമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നത്. കാരണം 11/3/2026 ഈ ആരോപിക്കപ്പെടുന്ന വിവാഹം നടന്നത്. ഈ തിരുവനന്തപുരം ജില്ലയിലെ നയനാർ ക്ഷേത്രത്തിൽ വിവാഹം നടന്നു. അന്ന് രാത്രി എന്ന് പറഞ്ഞാൽ 12-ാം തീയതി വെളുപ്പിനെ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി കേരളത്തിലെ DGPക്ക് മെയിലായി ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും എനിക്ക് കിട്ടിയ ഒരു മറുപടി ഇമെയിലായിട്ട് DGPയുടെ ഓഫീസിൽ നിന്ന് വന്ന മറുപടി അനുസരിച്ച് അന്വേഷണത്തിന് വേണ്ടി ഇത് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നാളിതുവരെയായി കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു FIR ഇട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിവില്ല. പക്ഷേ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മധ്യപ്രദേശിൽ ബന്ധപ്പെടുകയും അവിടുത്തെ കാര്യകർത്താക്കൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ വഴി ആ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം മാൻ മിസ്സിങ്ങിന് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർക്ക് വളരെ അക്ഷരാഭ്യാസമുള്ള ആൾക്കാരൊന്നുമല്ല. അവര് ഒരു ഗോത്ര മേഖലയിൽ ജനിച്ചു വളർന്നവരാണ്. അവർക്ക് സ്വന്തമായി വീടുമൊന്നുമില്ല. ഇങ്ങനെ ഒരു വാണ്ടറിങ് ലൈഫാണ്. ഇങ്ങനെ മാലയും വളയും ഒക്കെ വിറ്റ് കഴിയുന്ന, ഇപ്പൊ കുംഭമേളയാവുമ്പോ അവിടെ അല്ലെങ്കിൽ വേറൊരു ഉത്സവം നടക്കുന്നിടത്ത് ഇങ്ങനെ വിറ്റ് നടക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അവരെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ കൊണ്ട് പരാതി തയ്യാറാക്കിച്ചു കൊടുത്തത് വിശ്വഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താക്കളാണ്. അതാണ് ഈ കേസിന്റെ വഴിത്തിരിവായി മാറിയ സംഭവം. നമ്മൾ ആദ്യം അനിൽ നമ്പ്യാർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആരും തന്നെ ഈ കുട്ടിക്ക് എതിരല്ല. ഈ പാവം പിടിച്ച പെൺകുട്ടിയെ ട്രാപ്പിലാക്കിയതിനെതിരെയാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളതും പ്രതികരിച്ചിട്ടുള്ളതും. ഇതൊരു സാധുവായ പെൺകുട്ടിയാണ്. അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു ഗോത്രവർഗത്തിലെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്കെതിരായിട്ട് വിശ്വഹിന്ദു പരിഷത്തോ ഞങ്ങൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. ശ്രീ ജലീൽ പുല്ലൂർ എന്ന് പറയുന്ന വ്യക്തി പുനലൂരിനെ നാണം കെടുത്തുകയാണോ, കൊല്ലം ജില്ലയും കേരളത്തിനെയും ഒക്കെ നാണം കെടുത്തുകയാണോ എന്ന് തോന്നിപ്പോകും അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ. അദ്ദേഹത്തിനോട് ചുക്കെന്ന് ചോദിക്കുമ്പോൾ ചുണ്ണാമ്പെന്നാണ് മറുപടി പറയുന്നത്. കാരണം വിവാദ വിഷയം, ഈ ചർച്ചയുടെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം മുരളീധരൻ മുട്ടായി കൊടുത്ത കഥയും അല്ലെങ്കിൽ ഹലാൽ ഫുഡിന്റെ കാര്യവും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും JCB ഉപയോഗിച്ച് നടക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് യാതൊന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ് ഈ കേസിലെ വാസ്തവം. പക്ഷേ ഈ കേസിനെ പറ്റി ഇതിന്റെ തുടക്കം തൊട്ട് തന്നെ പഠിച്ച ഒരാളെന്ന രീതിയിൽ ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകരുത്. കാരണം ശ്രീ ജലീൽ പുല്ലൂരിന്റെ ആൾക്കാർ പറഞ്ഞിട്ട് സമയം കളഞ്ഞിട്ട് പോവുക എന്ന് മാത്രമേ അവർക്ക് ഉദ്ദേശമുള്ളൂ. കാരണം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാനം കാട്ടുക എന്നുള്ളതാണ് നയം. ഈ കേരള സംസ്ഥാനം എന്ന് പറയുമ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെയും ലവ് ജിഹാദിന്റെയും ഒക്കെ തന്നെ ഒരു കേന്ദ്രമായി ഹബ്ബായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറെ കാലമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ചില വ്യക്തികൾ ഇവരെ സഹായിക്കുന്നുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ലവ് ജിഹാദ് കേസുകളൊക്കെ ആകുമ്പോൾ ഈ ഇരകൾക്ക് വേണ്ടി അല്ല, ഇതിന്റെ വേട്ടക്കാരനോടൊപ്പം പ്രതികരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ശ്രീ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹവും ഈ കേസിനകത്ത് കളിച്ചത് നിർണായകമായിട്ടുള്ള പങ്കാണ്. അദ്ദേഹം ഈ മധ്യപ്രദേശ് പോലീസിലെ ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കേരളത്തിൽ വന്നപ്പോൾ ഞാൻ ഇതിനകത്തെ കുറ്റാരോപിതരുടെ ലീഗൽ അഡ്വൈസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മധ്യപ്രദേശിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനും അവരെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം എല്ലാ കാലത്തും ഈ ലവ് ജിഹാദ് പ്രശ്നങ്ങളിലെ വേട്ടക്കാരനോടൊപ്പം ഓടുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം അഖില അശോകന്റെ കാര്യം തന്നെ നമ്മൾ നോക്കൂ. കേരളത്തിലെ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു ലവ് ജിഹാദ് കേസായിരുന്നു അഖില അശോകന്റേത്. ഈ അഖില അശോകന്റെ വിവാദപരമായിട്ടുള്ള ലവ് ജിഹാദ് കേസ് ഉണ്ടായ സമയത്ത് ആ വീട്ടിൽ കടന്നു കയറിക്കൊണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇരയോടൊപ്പമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അശോകന്റെ വീട്ടിൽ കടന്നു കയറിയതിനു ശേഷം അയാൾ കാണിച്ചിട്ടുള്ള തോന്നിവാസം ഇപ്പോഴും ആ അശോകൻ എന്ന് പറയുന്ന പിതാവ് കണ്ണീരോടുകൂടി പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും കിടക്കുകയാണ്. അതുതന്നെയാണ് ഈ കേസിനകത്തും. ശ്രീ അനിൽ നമ്പ്യാർ, ഇതൊരു ചർച്ചാ വിഷയവും വിവാദ വിഷയവുമായി കുംഭമേള പെൺകുട്ടിയുടെ വിഷയം വന്നു കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഈ പെൺകുട്ടിയുടെ പേരെങ്ങുമേ പറഞ്ഞിട്ടില്ല. ഈ കുട്ടിയുടെ മുഖം മറച്ചു മാത്രമാണ് ചിത്രങ്ങൾ കാണിച്ചിട്ടുള്ളത്. പക്ഷേ നോക്കൂ, ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി മാത്രമാണ് കേരളത്തില് ഈ വിഷയം വിവാദ വിഷയമായതിനു ശേഷം ഈ പെൺകുട്ടി മൈനർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ മഹാൻ ഈ പെൺകുട്ടിയുടെ മുഖം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ധാരാളം വീഡിയോകൾ ചെയ്ത് പൈസ ഉണ്ടാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കേരളത്തിലെ ലവ് ജിഹാദിന്റെ വേട്ടക്കാരുടെ മെന്ററായിട്ടും അവരുടെ നിയമപരമായിട്ടുള്ള സഹായിയായും പ്രവർത്തിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു കപട മതേതരവാദി തന്നെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീ ജലീൽ പുല്ലൂർ സൂചിപ്പിക്കുകയുണ്ടായി,
ഈ മധ്യപ്രദേശിലെ സർക്കാർ BJP ഭരിക്കുന്നതുകൊണ്ട് എല്ലാ തോന്നിവാസവും കാണിച്ചുകൊണ്ട് എല്ലാ രേഖകളും കൃത്രിമമായി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കേസിൽ ഇടപെടുന്നതെന്ന് എന്റെ ജലീൽ പുനലൂരെ ഒരു വിവാഹ രജിസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഒരു മരണ രജിസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഒരു ബർത്ത് രജിസ്റ്റർ ആയിക്കൊള്ളട്ടെ, അതൊക്കെ ഒരു സീരിയൽ നമ്പർ ഇട്ടുകൊണ്ട് വർഷങ്ങളായി ഒരു ഓഫീസ് സംവിധാനത്തിൽ സൂക്ഷിക്കുന്ന രേഖകളാണ്. അത് അങ്ങോട്ട് ചെന്ന് മേടിച്ചിട്ട് പേന വെച്ച് തിരുത്താനൊന്നും സാധിക്കത്തില്ല. അതൊക്കെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് DPI ആയി വിലസുന്നത് ആരാണ് ജലീലെ? താങ്കൾക്കറിയില്ലേ? ആസിഫ് കെ യൂസഫ് എന്ന് പറയുന്ന വ്യാജ IAS കാരനാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന് പറയുന്നത്. താങ്കൾക്ക് എന്ത് നാണമുണ്ടോ ഇത് പറയാന്? മധ്യപ്രദേശിൽ കൃത്രിമം കാണിച്ചെന്ന് നിങ്ങളുടെ ഇടതുപക്ഷ സർക്കാരല്ലേ അയാളെ സംരക്ഷിച്ചത്? ഇപ്പോഴത്തെ UDF സർക്കാരല്ലേ അയാളെ സംരക്ഷിക്കുന്നത്? അത് ഏത് സംസ്ഥാനത്ത്? ഉത്തരേന്ത്യയിലൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ കൊച്ചു കേരളത്തില് വ്യാജ ക്രീമി ലെയർ OBC സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നു. അതുകൊണ്ട് രണ്ട് കാലം മന്തുള്ള ഈ കേരളത്തിലെ സംവിധാനത്തിനെ പറ്റി പറയുമ്പോൾ ഒരു കാലിൽ മന്തുള്ള ഉത്തരേന്ത്യയെ പറ്റി പറയില്ല ജലീലെ. താങ്കൾ പറയുന്ന ശുദ്ധ മര്യാദകേടാണ്. ഈ കേരളം വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ പറുദീസയായി മാറാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. മലപ്പുറം ജില്ലയിൽ നിന്ന് ലക്ഷക്കണക്കിന് സർട്ടിഫിക്കറ്റുകളാണ്, വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് പിടിച്ചെടുത്തത്. എല്ലാ സർവകലാശാലകളുടെയും, ഈ ഭാരതത്തിലെ മൊത്ത സർവകലാശാലകളുടെയും വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രവും ഈ കൊച്ചു കേരളമായി മാറി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് പൂർണ്ണമായും ഒരു ശൈശവ വിവാഹമായിരുന്നു എന്ന് മധ്യപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജു എന്ന് പറയുന്ന കേരളത്തിലെ പ്രഗത്ഭനായ അഭിഭാഷകൻ, എറണാകുളത്തെ അതിപ്രഗത്ഭനായിട്ടുള്ള ക്രിമിനൽ ലോയർ, മധ്യപ്രദേശ് സർക്കാർ നിയമിച്ച സ്റ്റാൻഡിംഗ് കൗൺസിൽ സജിത് കുമാർ, ഇവര് രണ്ടുപേരും കൃത്യമായ വാദമുഖങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പെൺകുട്ടിയുടെ ആശുപത്രിയിലെ ജനന രേഖ ഇവിടെ ആധാറാണ് ഹാജരാക്കുന്നത്. ശ്രീ ജലീൽ പുനലൂരെ, താങ്കളുടെ ആധാർ താങ്കൾ എടുത്തിട്ട് അതിന്റെ മറുപുറമൊന്ന് പരിശോധിച്ച് നോക്കണം. ഇത് ബർത്ത് തെളിയിക്കുന്ന ഒരു രേഖയല്ലെന്ന് അതിൽ കാണാൻ സാധിക്കും. കൃത്യമായി സർക്കാർ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ആശുപത്രി രേഖ എന്റെ കയ്യിലുണ്ട് ജലീൽ പുനലൂരെ. ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ CHC മഹേശ്വർ ഹാജരാക്കിയ രേഖയാണ് ഈ കാണിക്കുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് എന്നാണ് ഈ പെൺകുട്ടിയെ പ്രസവിച്ചതെന്ന്. 30/12/2009 5:50 PM ജയസിംഗ് ലത ദമ്പതികൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. ലടുക്കി പെൺകുട്ടി. അന്ന് പേരിടില്ലല്ലോ. ആ പെൺകുട്ടിക്ക് ആ ജനന സമയത്ത് എത്ര കിലോ തൂക്കമുണ്ട്? 2 കിലോ 100 ഗ്രാം. അന്ന് ആ ഗർഭത്തിന്റെ പ്രായം എത്രയായിരുന്നു? 34 ആഴ്ച. സിസേറിയൻ വഴിയായിരുന്നു പ്രസവം. ഇതൊക്കെ കൃത്യമായിട്ടാണ്. ആ ലത എന്ന് പറയുന്ന ആ വനിതയുടെ, ആ അമ്മയുടെ വിവാഹ സമയത്തെ പ്രായം 20 വയസ്സാണ്. ഈ പെൺകുട്ടിയെ പ്രസവിച്ച സമയത്ത് അവരുടെ പ്രായം 35 വയസ്സാണ്. ആദ്യത്തെ പ്രസവമാണ്. തുടങ്ങിയ സർവ്വ വിവരങ്ങളും രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ആണ് മധ്യപ്രദേശ് സർക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്. ഇത്രയും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാദം പറഞ്ഞപ്പോൾ താങ്കൾ പറയുന്നത് എന്താണ്? UPയിലും മധ്യപ്രദേശിലും ഈ BJP സർക്കാർ ഭരിക്കുന്നതുകൊണ്ടുണ്ടാക്കിയ വ്യാജ രേഖകളാണെന്ന്. താങ്കൾക്ക് കുറച്ചെങ്കിലും ഒരു നാണം ഉണ്ടാകണം, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബോധം ഉണ്ടാകണം. താങ്കൾ ഈ പുനലൂരുകാരെ പറയിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചർച്ചകളിൽ വന്നിരുന്ന് വീണ്ടും ഈ വിഡ്ഢിത്തം പറയുന്നതൊന്ന് ഒഴിവാക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം ശുദ്ധമായ തട്ടിപ്പിന് കുട പിടിച്ചു കൊടുത്തതാണ്. താങ്കളും LDFന്റെ ഘടകകക്ഷിയാണല്ലോ. താങ്കൾക്ക് ഒരു പത്രപ്രസ്താവന ഗോവിന്ദനും ശിവൻകുട്ടിയും ആ റഹീമും കാണിച്ച ശുദ്ധ തോന്നിയവാസവും മര്യാദകേടുമാണെന്ന് പറഞ്ഞ് ഈ INLന്റെ പ്രതിനിധി എന്ന രീതിയിൽ താങ്കൾക്ക് ഒരു പ്രസ്താവന ഇറക്കാനുള്ള ധൈര്യമുണ്ടോ ജലീൽ പുനലൂരെ? താങ്കൾക്ക് സാധിക്കില്ല. താങ്കൾക്ക് അതിന് കഴിയത്തില്ല. കാരണം ഇത് കൃത്യമായ രീതിയിലുള്ള ആസൂത്രണം നടപ്പാക്കി നടത്തിയ ഒരു വിവാഹം തന്നെയാണ്. കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന ലവ് ജിഹാദിന്റെ പ്രത്യേകതയുണ്ട് ശ്രീ അനിൽ നമ്പ്യാരെ. അത് ഹൈ പ്രൊഫൈൽ ലവ് ജിഹാദ് എന്ന് പറയും. ലവ് ജിഹാദിന്റെ 2ാം ഘട്ടമാണ്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ പ്രശസ്തരാകുന്ന ആൾക്കാരെ, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ അവരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ആദ്യ ഘട്ടത്തിൽ തന്നെ ലവ് ജിഹാദിന്റെ ട്രാപ്പിലേക്ക് വീഴ്ത്തുന്ന ഒരു ഹൈ പ്രൊഫൈൽ ലവ് ജിഹാദിന്റെ കേന്ദ്രം കൂടിയായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒക്കെ കൂട്ടുപിടിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവിധമായ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വ്യാജ സർട്ടിഫിക്കറ്റുകളുടെയും എല്ലാത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട ഹബ്ബായി കൊച്ചു കേരളത്തിലെ മാറ്റിയതിന്റെ പിന്നില് കേരളത്തിലെ ഇടതുമുന്നണി നേതാക്കന്മാർക്കും വലതുമുന്നണി നേതാക്കന്മാർക്കും നിർണായകമായ പങ്കുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം വളരെ കൃത്യമാണ്. ഒന്നുകിൽ ഈ പയ്യൻ കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷ തള്ളും, അല്ലെങ്കിൽ ഒരു ട്രാൻസിറ്റ് ബെയിൽ എന്ന് പറയുന്ന നടപടിയുണ്ട്. മറ്റു സംസ്ഥാനത്തേക്ക് ചെന്നെത്തി അവിടെ നിന്ന് ജാമ്യം നേടാൻ വേണ്ടിയുള്ള ഒരു കാലഘട്ടം അനുവദിച്ചു കൊടുക്കും. ആ 2 കാര്യങ്ങളിൽ ഒന്ന് ഈ കേസിനകത്ത് കൃത്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഈ കേരളത്തിലെ ലവ് ജിഹാദ് ആൾക്കാരുടെ
തലതൊട്ടപ്പൻ, അവരുടെ മെന്റർ, അവരുടെ ലീഗൽ അഡ്വൈസർ എന്ന രീതിയിൽ കളിക്കുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഹിന്ദു നാമധാരിയാണ്. കൃത്യമായ തെളിവ് മധ്യപ്രദേശ് പോലീസിന്റെ കയ്യിലുണ്ട്. എന്നോടുൾപ്പെടെ മധ്യപ്രദേശ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്തിയതാണ്. അവരുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൃത്യമായ അവരുടെ വാട്സാപ്പ് സന്ദേശം കിടപ്പുണ്ട്. രാഹുൽ ഈശ്വർ, ഐ ആം ദ ലീഗൽ അഡ്വൈസർ ഓഫ് ദ ഫർഹാൻ ഖാൻ. എനിക്ക് ഒന്ന് ഇടപെടാനുള്ള, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം വേണമെന്ന രീതിയിൽ ഈ രാഹുൽ ഈശ്വർ അയച്ചിട്ടുള്ള അജണ്ട വ്യക്തമാണ്. നേരത്തെ തന്നെ